അതെ, കണ്ണനെ വേണമെന്നുള്ളവരെല്ലാവരും സദാ നാമം ജപിക്കൂട്ടോ. ഒന്നിനു വേണ്ടിയല്ലാതെ വെറുതെ ആ നാമം ജപിച്ചു കൊണ്ടിരുന്നാൽ പോലും കണ്ണൻ അവരുടെ അടുത്ത് ഓടിയെത്തും. അങ്ങനെയുള്ളൊരു കഥ കേട്ടാലോ? ബാസുരാങ്ങൻ്റെ കഥ നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാം. എന്നിരുന്നാലും അറിയാത്തവരിലേക്കായിട്ട് ആരാണ് ബാസുരാങ്കൻ എന്നുള്ള ആ കഥയെക്കുറിച്ച് പറയുന്നു. ബാസുരാങ്കൻ എന്നൊരാൾ ജീവനപുരി എന്നൊരു നാട്ടിൽ താമസിച്ചിരുന്നു. ആ പേരിൻ്റെ അർത്ഥം എന്താണെന്നോ സുന്ദരമായ ശരീരമുള്ളവൻ എന്നാണ്. പക്ഷേ നമ്മുടെ ഈ ബാസുരാങ്കന് അങ്ങനെയുള്ള മഹത്വം ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. കാരണം അദ്ദേഹം ഒരു കള്ളനായിരുന്നു. ഒരു ദിവസം അയാൾ ഒരു അമ്പലത്തിലേക്ക് ചെന്നു കയറി. എന്നിട്ട് അദ്ദേഹം അവിടെ തനിക്കുള്ളത് എന്താണ്, അതായത് മോഷ്ടിക്കുവാൻ ഉള്ളത് എന്താണ് എന്നെല്ലാം നോക്കി നടക്കുമ്പോഴാണ് കുറേ പേര് ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ഇയാൾ കണ്ടത്. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? അവരുടെ ഇടയിലേക്കായി ചെന്നു. അപ്പോൾ ഇദ്ദേഹം കാണുന്നു ഒരു മഹാത്മാവ് അവിടെ ഇരുന്നു കൊണ്ട് കൃഷ്ണകഥകൾ പറയുന്നു. ഈ ബാസുരാങ്ങൻ ചെന്നു കയറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ: മിന്നും പൊന്നിൻ കിരീടം, തരിവള കടകം, കാഞ്ചി പൂഞ്ചേലമാല, ധന്യശ്രീവത്സ സത്കൗസ്തുഭമകിട കലരും, ചാരുതോരൻ ധാരാളം എന്ന ഈ ഒരു ശ്ലോകം ചൊല്ലി വർണ്ണിക്കുകയാണ്. അതായത് ഈ ശ്ലോകം ചൊല്ലിയ ശേഷം അദ്ദേഹം അതിൻ്റെ അർത്ഥം കൂടി അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു. ബാസുരാങ്കന് ഈ ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹം കാത്തിരുന്നു. അപ്പോഴാണ് മുത്തും രത്നവും പതിച്ച ആ പൊന്നിൻ കിരീടത്തെക്കുറിച്ച് ഈ ബാസുരാങ്കൻ കേട്ടത്. ബാസുരാങ്കന് വലിയ കൊതിയായി. അത്രയേ അയാൾ കേട്ടുള്ളൂ. അത് കിട്ടിയാൽ നന്നായല്ലോ. അതോടുകൂടി തൻ്റെ ഈ മോഷണമെല്ലാം നിർത്തിയിട്ട് മാന്യമായിട്ട് പിന്നീട് ജീവിക്കാം. കൃഷ്ണൻ്റെ പൊന്നിൻ കിരീടം, പിന്നെ ഒന്നും കേട്ടില്ല. ആരാണ് ഈ കൃഷ്ണനെന്നോ എവിടെ ചെന്നാലാണ് ഈ കൃഷ്ണനെ കാണാനാവുക എന്നോ ഒന്നും അയാൾക്കറിയില്ലായിരുന്നു. അങ്ങനെ കൃഷ്ണനെയും കിരീടത്തെയും മനോരാജ്യം കണ്ട് അയാൾ അവിടെ അങ്ങനെ ഇരുന്നു പോയി. ഇനി അതൊന്ന് അറിയണമല്ലോ. ഇയാൾ പറയുന്ന കാര്യങ്ങൾ കഴിയട്ടെ, അത് കഴിഞ്ഞ് ചോദിക്കാം എന്ന് ഈ ബാസുരാങ്കൻ ചിന്തിച്ചു. അങ്ങനെ സത്സംഗം കഴിഞ്ഞു. എല്ലാവരും പോയി. ബാസുരാങ്കൻ ഈ കഥ പറഞ്ഞ മഹാത്മാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞത് ആരുടെ കിരീടത്തെക്കുറിച്ചാണ്? അപ്പോൾ ആ മഹാത്മാവ് ഒന്ന് ചിരിച്ചു. കിരീടത്തിൻ്റെ കാര്യം മാത്രമേ മനസ്സിൽ പതിഞ്ഞുള്ളൂ അല്ലേ? കുഴപ്പമില്ല, ആ കിരീടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അത് കൃഷ്ണൻ്റെ കിരീടമാണ്. അപ്പോൾ ഈ ബാസുരാങ്കൻ വീണ്ടും ചോദിച്ചു, ഈ പറഞ്ഞ കൃഷ്ണൻ എവിടെയാണ് താമസം? എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഈ മഹാത്മാവ്, ആ ഭക്തൻ, ഈ ബാസുരാങ്കനെ നന്നായിട്ടൊന്ന് നോക്കി. കൃഷ്ണനെ കാണാനോ? യോഗികൾക്ക് പോലും കാണാൻ പ്രയാസമുള്ള ഭഗവാനെ കാണണത്ര ഇയാൾക്ക്. അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഈ ദ്വാരക എന്ന സ്ഥലത്താണ് കൃഷ്ണൻ്റെ താമസം. അപ്പോൾ ഈ ബാസുരാങ്കൻ ചോദിച്ചു, ദ്വാരകയോ? അതെവിടെയാണ്? എന്നാൽ അതുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഈ മഹാത്മാവിന് അല്പമൊന്ന് പരിഹാസം തോന്നി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും കുറേ വടക്കോട്ട് സഞ്ചരിച്ചാൽ ദ്വാരകയിലെത്താം. ഇങ്ങനെ പറഞ്ഞ് ആ മഹാത്മാവ് പോയി. ബാസുരാങ്കൻ എന്തു ചെയ്തു? ചിന്തിച്ചു. ഒരു മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ദ്വാരകയിൽ ചെന്നെത്തി ആ കിരീടം ഒന്ന് മോഷ്ടിക്കണം. അത് കിട്ടിയാൽ എൻ്റെ എല്ലാ കഷ്ടപ്പാടും തീരുമല്ലോ. ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പോവാൻ തന്നെ ബാസുരാങ്കൻ തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ യാത്ര തിരിച്ചു. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ, ദ്വാരക എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു. ഉറക്കത്തിലും കൃഷ്ണനും ദ്വാരകയും കിരീടവും മാത്രമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും അയാൾ കൃഷ്ണൻ, ദ്വാരക, കിരീടം എന്നെല്ലാം ഇടവിടാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നോക്കൂ, ഏതു വിധത്തിലായാലും എന്നെ ആഗ്രഹിച്ചാൽ ഞാൻ അയാളുടെ കൂടെയാണെന്നാണ് നമ്മുടെ ഭഗവാൻ പറയുന്നത്. അസ്മാത് കേനോപ്യുപായേന മന കൃഷ്ണേ നിവേശയേത് എന്നാണ് ഭഗവാന്റെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരുന്നു. അയാൾ അന്വേഷിച്ച് നടന്ന് വലഞ്ഞ് ദ്വാരകയുടെ ആ കവാടമെത്തി. ദ്വാരകയിലെത്തിയപ്പോൾ അതാ സുന്ദരനായൊരു ഒരു യുവാവ് കിരീടവും കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് കാത്തു നിൽക്കുന്നു.
ഇദ്ദേഹം ഒന്ന് നോക്കി. ഹോ, എന്തൊരു സൗന്ദര്യമാണ്! ആരെയും വശീകരിക്കുന്ന പുഞ്ചിരിയുമുണ്ട്. ഇനി ഇതാണോ കൃഷ്ണൻ? എൻ്റെ ഉള്ളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി വന്ന് നിറയുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഭഗവാൻ അയാളോട് അടുത്തേക്ക് വന്ന് ചോദിച്ചത്, ചങ്ങാതി, താങ്കൾ വളരെയധികം ക്ഷീണിതനാണല്ലോ, വരൂ എന്ന് പറഞ്ഞ് ഒരു മന്ദിരത്തിൻ്റെ അകത്തേക്ക് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തീർത്ഥജലം കുടിക്കാൻ കൊടുത്തു. ഒരല്പം ജലമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്തൊരു അത്ഭുതമാണ്! വിശപ്പും ദാഹവും യാത്രാക്ഷീണവും എല്ലാം മാറി. അയാൾ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അതാ ഭഗവാൻ പറയുന്നു, അങ്ങയുടെ ക്ഷീണമെല്ലാം മാറിയല്ലോ അല്ലേ? ഇനി എൻ്റെ പേരാണ് കൃഷ്ണൻ. ഞാൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ വളരെ വിലപിടിപ്പുള്ള ഈ കിരീടം ആരെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങ് വന്നത്. താങ്കളോട് എനിക്ക് വളരെ സ്നേഹവും വിശ്വാസവും തോന്നുന്നു. താങ്കൾ ഈ കിരീടം കാത്തു സൂക്ഷിക്കുമോ? ഞാൻ കിരീടം അന്വേഷിച്ച് വന്നതാണെന്ന് കൃഷ്ണൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഇദ്ദേഹം ആ സമയം ചിന്തിച്ചു പോയി. അത്ഭുതത്തോടുകൂടി അയാൾ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും ഭഗവാൻ എന്തു ചെയ്തു? ആ കിരീടം ബാസുരാങ്ങൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നോക്കൂ, മോഷ്ടിക്കണമെന്ന് വിചാരിച്ച കിരീടം യാതൊരു പ്രയാസവും കൂടാതെ കയ്യിൽ കിട്ടിയപ്പോൾ ബാസുരാങ്ങൻ അതിൽ യാതൊരു ഭ്രമവും തോന്നിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് തോന്നിയത് ആ കിരീടത്തിനേക്കാളും ഭഗവാനോടായിരുന്നു. ആ കിരീടത്തിലേക്ക് നോക്കിയപ്പോൾ വിലപിടിപ്പുള്ള രത്നങ്ങൾ. പക്ഷേ അദ്ദേഹം കണ്ടത് ആ രത്നങ്ങൾക്ക് പകരം ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന മുഖമാണ് ഓരോരോ രത്നത്തിലും കണ്ടത്. അയാൾ പറഞ്ഞു ആ നിമിഷം, കൃഷ്ണ, എനിക്ക് അങ്ങയെ പിരിയാനാവില്ല. ഈ കിരീടം അങ്ങ് മറ്റു വല്ലവരെയും ഏൽപ്പിക്കൂ. ഞാനും ഇതാ അങ്ങയുടെ കൂടെ വരുന്നു. കൃഷ്ണനാമം ഇടവിടാതെ ജപിച്ചു കൊണ്ടിരുന്നതിനാൽ അയാളുടെ മനസ്സെല്ലാം വിട്ട് ഭഗവാനോടടുത്തു. അയാളുടെ പൂർണ്ണമായ മനസ്സ് തന്നിലാണ് എന്നറിഞ്ഞ കണ്ണൻ പറഞ്ഞു, ചങ്ങാതി, നീ ഇനി എങ്ങും പോവണ്ട, എൻ്റെ കൂടെയും വരണ്ട. കാരണം ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടാവുന്നു. ഇനി മുതൽ നിന്നെ പിരിയുവാനോ എനിക്കിനി കഴിയില്ല. അതാണ് ആ നാമങ്ങളുടെ, കൃഷ്ണനാമങ്ങളുടെ മാഹാത്മ്യം, മഹിമ. ബാസുരാങ്ങൻ കഷ്ടപ്പെട്ട് എത്രയോ ദൂരം നടന്ന് ആ കിരീടത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ കിരീടവുമായി നിൽക്കുന്ന ഭഗവാൻ. എന്നാൽ ആ കിരീടം കയ്യിൽ കിട്ടിയപ്പോഴോ അതിനോട് യാതൊരു മമതയും തോന്നുന്നില്ല. അതിനേക്കാളും പ്രിയമായിട്ട് ഈ ബാസുരാങ്ങന് തോന്നിയത് എന്താണ്? ഭഗവാനെയാണ്. ഒരു നിമിഷം ഭഗവാന്റെ ആ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ നമ്മൾക്ക് പിന്നീട് ഈ ലോകത്ത് ഒന്നും തന്നെ വേണ്ടി വരില്ല. ഒന്നിനോടും സ്നേഹവും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഭഗവാൻ തന്നാൽ അത് സന്തോഷപൂർവ്വം ഈ ഭൂമിയിൽ നമ്മൾക്ക് സ്നേഹത്തോടുകൂടി അനുഭവിക്കാം. അത്രയേ ഉള്ളൂ. ഭഗവാൻ അറിയാണ്ട് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും നമ്മിലേക്ക് വരില്ല. ഇനി ദുഃഖമാണ് വരുന്നതെങ്കിൽ അതും സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഈ ദുഃഖങ്ങളിൽ ഇതെല്ലാം പെടും. മാനവും അപമാനവും അപകടങ്ങളും എല്ലാം. അതും ഭഗവാന്റെ ആ നാമത്തിൽ നമ്മൾ സ്വീകരിക്കാം. തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഭഗവാനുണ്ടാവും.